സ്കൂബ ഡൈവിംഗ് വിജയകരമായി പൂർത്തിയാക്കി ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു അനുഭവം? വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അകത്തേക്ക് പോയപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകമാണ് കണ്ടത്. കാരണം കൊച്ചു കൊച്ചു ജീവികളെ, സ്വർണ്ണ മത്സ്യങ്ങളൊക്കെ കൂട്ടത്തോടെ പോന്നു. നമുക്കവയെ പവിഴക്കുട്ടികളെ തൊടാനും ഒക്കെ പറ്റി. വളരെ ഹൃദ്യമായ അനുഭവം. പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് കയറാൻ തോന്നിയില്ല. വാസ്തു അതാണ്, തിരിച്ചിങ്ങോട്ട് വരണമല്ലോ എന്നാണ് ആലോചിച്ചത്. അത്രമാത്രം എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു സ്കൂബ ഡൈവിങ്? സൂപ്പർ. കാരണം നമ്മളെപ്പോഴും കരയെ കൂടെ സഞ്ചരിക്കുന്ന ജീവികളാണ്. പക്ഷെ കടലിനടിയിൽ കൂടെ നടന്നു പോകാനും അവിടുത്തെ ആവാസവ്യവസ്ഥയെ കാണാനും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ഫ്ലോറയെ കാണാൻ പറ്റിയത്. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളുണ്ടോ ഇതിന്? ഒരു അപകട സാധ്യതകളും ഇല്ല. നമ്മൾ ഇത്രയും മാത്രം ഓർക്കുക, വായു കൂടെ ശ്വാസം എടുക്കുക, അത് പഠിക്കുക. വേറെ ഒന്നും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ടൊന്നും കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. വെറും ഈസിയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാം, അസുഖമുള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുറച്ചൊരു ശകലം മനക്കെട്ടി വേണം, അത്രയേ ഉള്ളൂ. ഓക്കെ. അഡ്വക്കേറ്റ് എസ് ജലാൽ സാറ് വിജയകരമായിട്ട് സ്കൂബ ഡൈവിംഗ് പൂർത്തിയാക്കി വന്നിരിക്കുകയാണ്. എന്താണ് അനുഭവം? വളരെ മനോഹരമായ കാഴ്ചകൾ, വളരെ സുന്ദരമായ കാഴ്ചകൾ. ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ചില നിമിഷങ്ങളിലൊന്ന്. കടലിനടിയിൽ നടന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഭവമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, എത്ര സമയം എടുക്കുന്നുണ്ട്? ഞാൻ 20 മിനിറ്റോളം എടുക്കും. ഓക്കെ, നന്നായിട്ട് ചെയ്തു. ഒരിക്കൽ പോലും പൊങ്ങി മേപ്പോട്ട് വന്നില്ല. ഓക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? എല്ലാം നല്ല എല്ലാം. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടതിൻ്റെ അത്ര മനോഹരമായ ഫിഷുകളെ കാണാൻ പറ്റിയില്ലെങ്കിലും വളരെ അപൂർവമായ സംഗതികളൊക്കെ കാണാൻ നമുക്ക് കഴിഞ്ഞു. കടലിൻ്റെ അടിയിൽ വളരെ അപൂർവമായ സംഗതികളൊക്കെ കാണാം. നമ്മൾ സ്വപ്നം കാണുന്ന പലതും ഈ കടലിൻ്റെ അടിയിൽ കാണാൻ കഴിയും. അതിൽ കടലിൻ്റെ അടിയിൽ കൂടി നടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു അനുഭവമാണ്. ഓക്കെ, ഏത് പാക്കേജിൻ്റെ കീഴിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്? ഗ്ലോബൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കീഴിലാണ്. ഗ്ലോബൽ ട്രാവൽ ലീഡർ. സാറ് ഏത് പാക്കേജിൻ്റെ കീഴിലായിരുന്നു പോയത്? ഗ്ലോബൽ ട്രാവൽ ലീഡർ എന്ന് പറയുന്ന പാക്കേജിൻ്റെ കീഴിലാണ് പോയത്. വളരെ നല്ല അനുഭവമാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങൾ, വളരെ സുഖകരമായ യാത്ര, എല്ലാം കംഫർട്ടായിട്ടുള്ള ഏർപ്പാടുകൾ, എല്ലാം സുഖകരമായ യാത്രയാണ്. ഓക്കെ. ഈ സ്റ്റാഫൊക്കെ സ്കൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന നിലയിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ? ഇല്ല, ഒരു അപകട സാധ്യതകളുമില്ല. നന്നായി ട്രെയിൻ ചെയ്ത ആളുകൾ വളരെ നന്നായി നമ്മളെ അത് പറഞ്ഞു തന്ന് കൊണ്ടുപോകും. ഒരു തരത്തിലും നമുക്ക് യാതൊരു പരമായ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് കയറാതിരിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാൻ? കയറാതിരിക്കുന്ന ആളുകൾ ഒരു നല്ല അവസരം നഷ്ടപ്പെടുത്തിയ ആളുകളെന്ന് പറയും. ജീവിതത്തിൽ അപൂർവമായ ഒരു അവസരം നഷ്ടപ്പെടുത്തിയ ആളുകൾ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ പ്രിയ കൂട്ടുകാർ, സ്കൂബ ഡൈവിങ്ങിന് പലരും പോകാൻ ധൈര്യമില്ലാതെ പേടിച്ചിരിക്കുകയാണ്. പക്ഷേ 63 പേരിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സ്കൂബ ഡൈവിങ് പൂർത്തിയാക്കി വിജയകരമായി ഇവിടെ എത്തിയത്. നിങ്ങളതെങ്ങനെ വിജയകരമായി സ്കൂബ ഡൈവിങ് പൂർത്തിയാക്കി എത്തിയവരെന്ന നിലയിൽ എന്താണ് അനുഭവം സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ച്? ഞങ്ങൾക്ക് രാവിലെ ഇതിൻ്റെ പരിശീലനം നൽകിയപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ തല കമിഴ്ത്തി നിന്ന് എത്ര നേരം നമുക്കത് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകാൻ പറ്റുമെന്നൊരു പേടി എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ ആ സമീപന രീതിയോട് നമുക്ക് നന്നായിട്ട് സഹകരിക്കാനും പറ്റി. അവർ നന്നായിട്ട് നമ്മളോട് ഒരു കൂട്ടായ്മയോടെ നിന്നതുകൊണ്ട്, നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ ഒരു അനുഭവം നന്നായിട്ട് കടലിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കാനും പവിഴപ്പുറ്റൊക്കെ പറക്കാനും, പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളോട് ചോദിക്കുക ഇനി താഴോട്ട് പോകണോ മുകളിലോട്ടോ. ഞങ്ങൾ താഴോട്ട് കാണിക്കുന്നതിനെ താഴെ കൊണ്ട് അവിടെ നിർത്തി ഫോട്ടോ എടുത്തു, ടാറ്റയൊക്കെ കാണിക്കാൻ വളരെ നല്ലൊരു അനുഭവം സാറേ. ഈ 56-ാമത്തെ വയസ്സിൽ കടലിനടിയിൽ ചെന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല അനുഭവമായിരുന്നു. എന്തൊക്കെ കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു സ്കൂബ ഡൈവിങ്? പവിഴപ്പുറ്റുകൾ കണ്ടു. പിന്നെ എന്തായിരുന്നു, മത്സ്യങ്ങൾ പല കളറിലെയും നല്ല ഒരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതുപോലെ നമ്മളെ കൊണ്ടുപോയ ആ കുഞ്ഞുങ്ങളും നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ കടലിൻ്റെ അടിത്തട്ടിൽ നിൽക്കാനും പിന്നെ ആ പവിഴപ്പുറ്റിനെയൊക്കെ തൊടാനും എനിക്കാണെങ്കിൽ ആ കുഞ്ഞ് ഒരു ശംഖും കൂടെ തന്നു പ്രസൻ്റായിട്ട്, എന്നും ഓർത്തിരിക്കട്ടെ എന്ന് പറഞ്ഞ്. ഓക്കെ, നല്ലൊരു അനുഭവം. ഹായ്, ഡോക്ടർ ജോൾസനെയും ഈ സംഘത്തിലുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അനുഭവം? നല്ല മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റൈറ്റാണ്. ആരും പേടിച്ച് നിൽക്കരുത്. നമ്മൾ എല്ലാവരും പ്രചോദനമായിട്ട് മുന്നോട്ട് പോകണം. നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഗൈഡ്സാണ് നമുക്ക് കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളുണ്ടോ ഒരു ഡോക്ടർ എന്ന നിലയിൽ? എന്താണ് പറയുക? ഒരു അപകട സാധ്യതകളും ഇല്ല.
എല്ലാം ഫുൾ സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ താഴോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നും പേടിക്കാൻ വേണ്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ സിഗ്നൽ കാണിക്കുക, അവർ അതിനനുസരിച്ചുള്ള ചെയ്തു. ഓക്കെ ഓക്കെ, താങ്ക് യു നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച ലിജു സാറിന് ഏറ്റവും വലിയ നന്ദി. താങ്ക് യു വെരി മച്ച്. ഇത്രയും പ്രായത്തിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരം ഇങ്ങനെ ഒരു കാര്യത്തിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത്. അപ്പം സാറിനാണ് ഇതിന് ഏറ്റവും വലിയൊരു ബിഗ് സല്യൂട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. സ്കൂബ ഡൈവിങ് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച് വന്നേക്കുവാണ്. എന്താണ് അനുഭവം? നല്ലൊരു അനുഭവം വെച്ചാൽ കടലിനടിയിലേ നമുക്ക് നടക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ സങ്കല്പിച്ചിട്ടുമില്ല. കടലിനടിയിൽ കൂടെ നടക്കാൻ പറ്റി. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കടലിനടിയിലാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല നിറമുള്ള മത്സ്യങ്ങളും പവിഴപ്പുറ്റുകളും മാത്രമല്ല കടലിനടിയിൽ കൂടി നടക്കുക എന്ന് പറയുന്നൊരു അനുഭവം അപ്പൊ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് അല്ലേ? വളരെ നല്ലൊരു അനുഭവമാണ്. പലതരത്തിലുള്ള ചെടികൾ അതൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഉള്ളതിനേക്കാളും കൂടുതൽ. അതൊക്കെ ചിലതിനെ കണ്ടിട്ടേ ഒന്ന് പേടിച്ചു പോയി, അണലിയാണോ കിടക്കുന്നതെന്നൊരു ഡൗട്ട്. കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് കഴിഞ്ഞപ്പോഴാണ്ട് അതൊരു ചെടിയായിരുന്നു അടക്കി ഇങ്ങനെ തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പേടിച്ചു പോയെങ്കിലും പിന്നെ അതിനെ. ഓക്കെ, അപ്പൊ ലക്ഷദ്വീപ് കോറൽ പാരഡൈസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണല്ലേ? ശരിയാണ്. ഓക്കെ, നിങ്ങളുടെ ഇതിന്റെ സംഘാടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗ്ലോബൽ ട്രാവൽ ലീഡറിന്റെ വളരെ നല്ല സംഘടനയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഭയം ഉണ്ടായിരുന്നു, പക്ഷെ ഓരോ സമയം ഞങ്ങളെ അതിനെ തയ്യാറെടുപ്പിക്കുകയൊക്കെ ചെയ്യും. ഡൈവേഴ്സ് കുട്ടികളെല്ലാം സ്മാർട്ട് വരുന്നവർ വളരെ സഹകരിച്ച് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഓക്കെ അല്ലാന്ന് പറഞ്ഞാൽ പോലും അവരാണ് എന്ന രീതിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലായിരുന്നു. വളരെ നല്ല സർവീസായിട്ടാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.